സമസ്ത ലീഗ് സമവായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ കേന്ദ്ര മുശാവറ യോഗം ഇന്ന് ചേളാരിയിൽ നടക്കുന്നുണ്ട്. CIC പ്രശ്നം പരിഹരിക്കാമെന്ന് സാദിഖ് അലി തങ്ങൾ ഉറപ്പു നൽകിയത് മുശാവറയിൽ ചർച്ചയാകും. ഒപ്പം സുന്നി മഹല്ല് ഫെഡറേഷനിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെയും വിലയിരുത്തും. അനൽക സേതു നൽകും വിവരങ്ങൾ. അനൽക, ഗുഡ് മോർണിംഗ്. ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ മുശാവറയിൽ ചർച്ചയാകുന്നുണ്ട്. എപ്പോഴാണ് യോഗങ്ങൾക്കൊക്കെ തുടക്കമാവുക? വിവരങ്ങൾ പറയാം അനൽക. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഏകദേശം 11 മണിയോട് കൂടിയിട്ടാണ് സമസ്ത മുഷാവറ ആരംഭിക്കുന്നത്. ഇന്ന് മലപ്പുറം ജില്ലയിലെ ചേളാരിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ സമസ്തയുടെ മുഷാവറ നടക്കുന്നത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് CAC-യുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, 2 ആഴ്ച മുമ്പാണ് കോഴിക്കോട് വെച്ചിട്ട് സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധരും അതോടൊപ്പം തന്നെ ലീഗ് അനുകൂല പക്ഷക്കാരും പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം, ജിഫ്ർ തങ്ങളുടെയും സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ആ ചർച്ചക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു CAC പ്രശ്നം സാദിഖ് അലി തങ്ങൾ പരിഹരിക്കാമെന്ന ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്കകം പരിഹരിക്കാമെന്ന ഒരു ഉറപ്പ് അന്ന് ഈ മധ്യസ്ഥ ചർച്ചയിൽ സാദിഖ് അലി തങ്ങൾ നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ CAC പ്രശ്നം. CAC-യുടെ പ്രസിഡന്റ് കൂടിയാണ് സാദിഖ് അലി തങ്ങൾ. ഈ CAC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹക്കീം ആദർശേരിയെ സമസ്ത തള്ളി പറഞ്ഞ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ സമസ്ത ചില നിർദ്ദേശങ്ങൾ CAC-ക്ക് മുൻപിൽ വെച്ചിരുന്നു. 9 നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ആ 9 നിർദ്ദേശങ്ങളും CAC അംഗീകരിക്കുമെന്നൊരു ഉറപ്പ് ഈ സാദിഖ് അലി തങ്ങൾ അന്ന് കോഴിക്കോട് നടന്ന ചർച്ചയിൽ നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധപക്ഷം ആരോപിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഭരണഘടന ഭേദഗതി തിരുത്തി അതോടൊപ്പം ജിഫ്രി തങ്ങളെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് മാറ്റിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആരോപണങ്ങൾ നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവറ ഒരു ഉപസമിതിയെ നിയോഗിച്ചു. എന്നാൽ ആ ഉപസമിതിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ സമസ്തയിലെ ലീഗ് വിരുദ്ധപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന ചേളാരിയിൽ നടക്കുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ചർച്ചയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CAC-യുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ചർച്ചകൾ സംസ്ഥ ഒക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിരവധി തവണ വർഷങ്ങളായി നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് സമസ്തക്കുള്ളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ആ ഘട്ടത്തിൽ നിരവധിയായിട്ട് ചർച്ചകൾ മുമ്പ് CAC-യുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. മുഷാവറ യോഗം സമസ്ത ലീഗ് സമവായ ചർച്ചകൾക്കൊക്കെ ഇടയിൽ കേന്ദ്ര മുഷാവറ യോഗം ഇന്നിപ്പോ നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അനൽക.